ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് നമ്മുടെ ഇൻവെർട്ടർ ഉണ്ടല്ലോ, ഇൻവെർട്ടർ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള പരിപാടികളാണ്. അതിൻ്റെ ഒരു പോർട്ടബിൾ വെർഷൻ നോക്കുകയാണെങ്കിൽ അതാണ് ഈ പോർട്ടബിൾ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് റോഡ് ട്രിപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ സാധനം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. വീട്ടിൽ മാറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇക്കോഫ്ലോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഈ സാധനം. കണ്ടു, ഇക്കോഫ്ലോ എന്ന് പറയുന്നത് ഒരു ചൈനീസ് ബ്രാൻഡാണ്. ഈ പവർ എക്യുപ്മെന്റ്സും കാണാനൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷെ നല്ല ക്വാളിറ്റി സാധനമായിട്ടാണ് വരുന്നത്. ഇത് അവരുടെ ഏറ്റവും ബേസ് വേരിയന്റ് സാധനമാണ്. ഇതിന് 12,000 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എക്സ്ട്രാ SBI കാർഡ് ഉണ്ടെങ്കിൽ ഒരു 2,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. ഇത് നമുക്ക് 600 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ സ്റ്റേഷനാണ്. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഇക്കോഫ്ലോ റിവർ 2 എന്നാണ് പേരിടുക. ഞാൻ വേണമെങ്കിൽ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളൊരു സെപ്പറേറ്റ് പവർ ഇതെന്ന് വെച്ചാൽ നമുക്കിത് ഇപ്പോൾ കറണ്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. നമ്മുടെ ഇൻവെർട്ടർ പോലെ തന്നെ ഇതിൽ നമുക്ക് നോർമൽ AC പവർ ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഒരു കാർ ചാർജിങ് ഔട്ട്പുട്ട് വരുന്നുണ്ട്, പിന്നെ നമുക്ക് 2 Type A പോർട്ടും ഒരു Type C പോർട്ടും വരുന്നുണ്ട്, ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ എത്ര ചാർജ് ബാറ്ററി ഉണ്ട്, എത്ര 1 മണിക്കൂറിൻ്റെ ഈ സാധനം ഫുൾ ചാർജ് ആവട്ടെ. നമുക്കിത് Type C പോർട്ട് വെച്ച് ചാർജ് ചെയ്യാം. നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒരു കേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സിൽ വരുന്നുണ്ട്. ഈ സാധനം അതും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ആപ്പ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ആപ്പൊക്കെ കാണിച്ചാൽ നമുക്ക് ആപ്പിൽ കൂടെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കിടിലൻ ഒരു നല്ല അത്യാവശ്യം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര വലിയ ഹെവിയും കാര്യമൊന്നുമില്ല. ഈ സാധനം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്. ഇത് നമുക്ക് 2300 WAH ആണ്ടാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്. 600 വാട്ട് ഓൾമോസ്റ്റ് ഇട്ടാ 256 വാട്ട് അവറാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 60 വാട്ട് അവറൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 4 മടങ്ങ് അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സുഖമായിട്ട് ലാപ്ടോപ്പും ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഫാൻ ഓൺ ചെയ്യാം, TV ഓൺ ചെയ്യാം. നമുക്കിതിൽ AC ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് അത്രയും ഇപ്പോൾ ഹോം അപ്ലയൻസസും എല്ലാ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഹൈ എൻഡ് മോഡലുണ്ട്. ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഗുണമെന്ന് വെച്ചാൽ നമുക്കിത് UPS ആയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ UPS ഫെസിലിറ്റിയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു കിടിലൻ പവർ സ്റ്റേഷൻ എന്നൊക്കെ പറയാം, ഒരു ഫീച്ചർ റിച്ച് സാധനം. ഇതിൽ നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് ഓണാണ്, കണ്ടു. ഇത് ഓണായി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കണ്ടു നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് ആണ്. ഇത് നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി സംഭവങ്ങളൊക്കെ അറിയുന്നത്. ഇത് ഇൻപുട്ട് വാട്ടേജൊക്കെ അറിയാം, നമുക്ക് എത്ര വാട്ടിലാണ് ചാർജ് ചെയ്യണേ. ഇത് ഔട്ട്പുട്ട്, ഇത് നമ്മൾ എത്ര വാട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഫോണൊക്കെ കുത്തി കഴിഞ്ഞാൽ നമ്മളിൽ കാണിക്കും എത്ര വാട്ട് അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ AC ഔട്ട്പുട്ടാണ്, അത് നമുക്ക് ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ. ഇത് നമ്മുടെ നോർമൽ പ്ലഗ് ഉണ്ടല്ലോ, ആ സംഭവമാണിത്. ഇത് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സ്വിച്ചിന് എക്സ്ട്രാ, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പവർ വരും. ഇതിൽ നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കുത്താം. എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ എന്താ കുത്തി കാണിക്കുക. പിന്നെ നമുക്കൊരു കാറിൻ്റെ ഔട്ട്പുട്ടും വരുന്നുണ്ട് കേട്ടോ, കാർ ചാർജിങ് ഔട്ട്പുട്ട്. അത് സെപ്പറേറ്റ് ഒരു കേബിൾ ഇതിൽ വരുന്നുണ്ട്. നമുക്കിപ്പോൾ കാറിൽ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ റോഡ് ട്രിപ്പിൻ്റെ സമയത്തൊക്കെയാണ് മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയുക, ക്യാമ്പിങ് അപ്പോൾ എവിടെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. കുട്ടി ഫ്രിഡ്ജൊക്കെ നമുക്ക് ഇതുകൂടെ സുഖമായിട്ട് വർക്ക് ചെയ്യാം, പ്രത്യേകിച്ച് നിങ്ങൾ ഇതിൻ്റെ ഹൈ എൻഡ് മോഡലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ വൈഫൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടോ. ഇതിൽ വൈഫൈയിലാണ് ഇപ്പോൾ. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഒരു സ്മാർട്ട് ഡിവൈസാണ്. ഞാൻ ഇതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇക്കോഫ്ലോ എന്നൊരു ആപ്പാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ആപ്പ്. ഇതാണ് അതിൻ്റെ ആപ്പ് വരുന്നത്. ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് നമ്മുടെ X200 Pro ഉണ്ട്, അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ മാറ്റി കണ്ടു. അതുപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ പേരെന്തായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കത്തില്ല, അത് കുഴപ്പം. ഞാൻ അതിൻ്റെ സ്ക്രീൻ ഗാർഡൊക്കെ മാറ്റി കണ്ടു, മാറ്റ് ഫിനിഷ് ആക്കി. കണ്ടോ, റിവർ 2ൻ്റെ ബാറ്ററി ബാക്കപ്പും സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടോ. 95% ബാറ്ററി. അതുപോലെ തന്നെ നമുക്കിത് AC പവർ ഔട്ട്പുട്ടൊക്കെ ഇവിടെ നിന്ന് കൂടെ തന്നെ ഓൺ ചെയ്യാൻ കണ്ടു. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഈ AC ഇതുണ്ടല്ലോ, AC കേബിളിൻ്റെത് ഞാൻ അവിടെ ടച്ച് ചെയ്ത് കൊടുത്തു, ഓണായി കണ്ടു. ഇത് ഞാനിപ്പോൾ ഓൺ ചെയ്തു. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഓണായി കണ്ടു, ഈ ലൈറ്റ് എത്തി കണ്ടു. അപ്പോൾ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര വാട്ട് അവർ എടുക്കുന്നുണ്ട്, എത്ര ബാക്കിയുണ്ട്, അതൊക്കെ നമുക്ക് ഈ ആപ്പിൽ കൂടെ കാണാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കിടിലൻ പവർ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ചൈനീസ് ആണെങ്കിലും നല്ല നമുക്ക് അവർ 7 ദിവസത്തെ റിട്ടേൺ അടക്കം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. ഡയറക്റ്റ് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ കൂടെ വാങ്ങിച്ചാലും ആമസോണിൽ കൂടെ വാങ്ങിച്ചാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പോൾ ഇൻവെർട്ടർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് പോർട്ടബിൾ ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ കുറേ യൂസേജ് ഉണ്ട്. വലിയ വെയിറ്റ് ഒന്നും ഇല്ല, നമ്മൾ നോർമൽ സ്റ്റെബിലൈസറിൻ്റെ വെയിറ്റ് ഉള്ളോട്ടാ കണ്ടു. ഒറ്റ കൈ കൊണ്ടൊക്കെ എടുക്കാൻ സുഖമായിട്ട്. പിന്നെ ഹാൻഡിലുണ്ട് ഇവിടെ. അപ്പോൾ ഇത്ര ഉള്ള സാധനം കണ്ടോ, സൈസ് കണ്ടു നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അടുത്ത മോഡൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് വരും. പിന്നെ സാധാരണ സ്റ്റെബിലൈസർ മോഡൽ വരുന്നുണ്ട്. കുറേ ഒരു നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ച് ഇഷ്ടം പോലെ മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഫാനും കാര്യങ്ങളൊക്കെ കാണാം. ബിൽഡ് ക്വാളിറ്റിയും ടോപ്പ് നോച്ചാണ്. താഴെ നമുക്ക് റബ്ബർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാ സുഖമായിട്ട് ഇതിൽ വേണമെങ്കിൽ വയ്ക്കാൻ കണ്ടു.
ഏത് ഇതിൽ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇക്കോഫ്ലോറിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പ്ലഗ് കുത്തിയിട്ട് യൂസ് ചെയ്യുന്ന പരിപാടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അപ്പോൾ ഒരു മിനിറ്റ് സെറ്റപ്പ് ചെയ്യട്ടെ എന്നിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു അഡാപ്റ്റർ കുത്തി കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ 45 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. അപ്പോൾ ഞാൻ എൻ്റെ S24 Ultra കുത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇത് ചാർജ് ഓൾമോസ്റ്റ് ഒരു 90% ആയിട്ട്. അപ്പോൾ എന്തായാലും ഫുൾ വാട്ടേജ് ഡ്രോ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇത് ഒന്നുമില്ല, നമ്മുടെ ഈ പവർ ഇതിൽ കുത്തുകയുണ്ട്, സാധാരണ കുത്തുന്ന പോലെ കുത്തുക. നമ്മുടെ നോർമൽ പ്ലഗ്ഗാണ്, നമ്മുടെ ഇന്ത്യൻ പ്ലഗ്ഗാണ്. കുത്തിരി ഈ സാധനം ഓൺ ചെയ്താൽ മതി. ഇവിടെ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കത്തുകൊണ്ട്. അപ്പോൾ പവർ ഡ്രോ ചെയ്ത് തുടങ്ങി. ഇത് ഓൾറെഡി ഇവിടെ കാണിച്ചു തുടങ്ങി. എൻ്റെ ഈ കേബിളാണെങ്കിൽ നമുക്കിതിൽ എത്ര വാട്ടേജ് എടുക്കുന്നതെന്ന് കാണിക്കുന്ന കേബിളാണ് കേട്ടോ. ഇത് പ്രോട്ടോണിക്സിൻ്റെ ഒരു കേബിളാണ്. ഇതിപ്പോൾ 6 വാട്ടേജ് ഇറങ്ങണം എന്ന് വെച്ചാൽ അത് ഓൾറെഡി ചാർജ് ഫുള്ളാണ് ആയതുകൊണ്ടാണ്, 97% ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ 6 വാട്ട് ഇതിൽ ഇവിടെയും കാണിക്കും, അത് വേറെ കാര്യം. ഇതിലിപ്പോൾ നമുക്ക് കണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നത് കാണാം, കണ്ടോ. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ഇതില്ലെങ്കിൽ ഇൻവെർട്ടർ ഇല്ലെങ്കിൽ ഈ സാധനം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പ്രത്യേകിച്ച് ഇതിൻ്റെ കുറച്ചുകൂടി വലിയ മോഡൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു പോർട്ടബിൾ ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു നോർമൽ ഇൻവെർട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ചു വെച്ചാൽ ഇൻവെർട്ടർ നിങ്ങൾക്ക് അറിയാമല്ലോ ബാറ്ററി സെപ്പറേറ്റ് വാങ്ങിക്കണം, അതിൻ്റെ യൂണിറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കണം, യൂണിറ്റിന് തന്നെ ഇതിൻ്റെ വില വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് വീട്ടിലായിട്ട് ഉപയോഗിക്കാം. എന്താ പറയുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഫാനൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടേബിൾ ഫാനൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഉപയോഗിക്കാം ഇതിൽ കറണ്ട് പോകുമ്പോഴൊക്കെ. അപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുത്തിയിട്ട് ലൈറ്റ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടി പ്ലഗ് ഉപയോഗിച്ച് വാങ്ങിച്ച് വെച്ചിട്ട് ലൈറ്റും ഫാനൊക്കെ ഒരുമിച്ച് കുത്താം. പിന്നെ USB പവേർഡ് ഉണ്ടെങ്കിൽ അതും കുത്താം. എല്ലാം നമുക്ക് ഒറ്റടിപ്പിച്ച് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ഇത് ബേസ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഹൈ എൻഡ് മോഡൽസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് വാട്ടേജ് അതായത് ഫ്രിഡ്ജും വരെ ഉപയോഗിക്കാം, AC വരെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളുണ്ട് ഇതിൽ. ഹൈ നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ പോയി ഞാൻ അത് ഓഫ് ചെയ്യട്ടെ കേട്ടോ. അത് അമർത്തി പിടിച്ചാൽ മതി കേട്ടോ, ഓഫ് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല ബിൽ ക്വാളിറ്റി സംഭവമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ അടിക്കും ചെയ്യാം. 7 days റിട്ടേൺ പോളിസി കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. എന്താ പറയുക പോർട്ടബിൾ പവർ സ്റ്റേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മോഡൽ നമ്പർ, കപ്പാസിറ്റി 256 watt-hour, അതുപോലെ തന്നെ ഡിസ്ചാർജ് ടെമ്പറേച്ചർ, ആ ഡീറ്റെയിൽസും ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഔട്ട്പുട്ട് പവർ വരുന്നത് 484 വാട്ടാണ്. 484 വാട്ട് കേട്ടോ, വാട്ടിൽ വേണമെന്നുള്ളവർക്ക്. പിന്നെ USB-Aൻ്റെ ഔട്ട്പുട്ട് വാട്ടേജ് എന്ന് പറയുന്നത് 5 watt 2.4 ampere സപ്പോർട്ട് ഉണ്ട്. അതായത് 12 volt മാക്സിമം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. ഫാസ്റ്റ് ചാർജിങ് പറയാൻ പറ്റില്ല, 12 volt ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ USB-Cയുടെ കാര്യം പറയുകയാണെങ്കിൽ 5, 9, 12, 15 നമുക്ക് 3 അതായത് 60 വാട്ട് വരെ സപ്പോർട്ട് ഉണ്ട്. 60 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട് Type-C പോർട്ടുകൾക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനായിക്കോട്ടെ, നിങ്ങളുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് PD ചാർജിങ് ഫോൺസുകൾ ചാർജ് ചെയ്യാനായിക്കോട്ടെ പെട്ടെന്ന് തന്നെ ചാർജായി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം നിങ്ങളൊരു പ്രത്യേകിച്ച് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ പോർട്ടബിൾ യൂസിനൊക്കെയാണ് അതാണ് അതിൻ്റെ മെയിൻ യൂസ്. പക്ഷേ കിട്ടുന്ന സാധനം നോക്കാവുന്നതാണ്. 10 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും. പ്രത്യേകിച്ച് ഈ ബേസ് വേരിയൻ്റ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇൻവെർട്ടർ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ നോക്കാവുന്നതാണ്. എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ ചിലപ്പോൾ ഷോർട്ട്സും കാണാനൊക്കെ ഓൾറെഡി കണ്ടായിരിക്കും. കുറേ പേരൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. വീട്ടിൽ ഇൻവെർട്ടർ ഇല്ലാണ്ടല്ല, പ്രത്യേകിച്ച് സ്റ്റുഡിയോയിലൊക്കെ ആയിട്ട് കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട് കറണ്ട് പോകുന്ന സമയത്തൊക്കെ വേണ്ടിയിട്ട് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ബൈ.